ആവർത്തന പുസ്തകം 8-ാം അധ്യായം. ഒന്നാമത്തെ വചനം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. മറ്റൊരു വചനം കൂടെ വായിക്കാം. 6-ാം വചനത്തിൽ, ആകയാൽ നിൻ്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിൻ്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരകമുള്ള ദേശം, ഒലിവ് വൃക്ഷങ്ങളും തേനുമുള്ള ദേശം, സുഭിക്ഷമായ ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. വായിക്കുന്നില്ല കേട്ടോ, താഴോട്ട് വായിക്കുന്നില്ല. ഈ ഭാഗം ശ്രദ്ധിച്ചാൽ നമ്മളെ പഴയ നിയമത്തിൽ ദൈവത്തെ കാണുന്ന ദൈവത്തിൻ്റെ സ്വഭാവം തന്നെയാണ് പുതിയ നിയമത്തിൽ, വ്യത്യാസമൊന്നുമില്ല. പഴയ നിയമം ശരിയായിട്ട് പഠിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ, കർത്താവിൻ്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതിൽ നിന്നാണ് പുതിയ നിയമത്തിൽ കർത്താവ് ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്തറിയാമോ? സുഭിക്ഷമായി ജീവിക്കാവുന്നത്, എല്ലാ നന്മകളും ഉള്ളത്, ഗോതമ്പ്, യവം, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞില്ലേ. സുഭിക്ഷമായി ജീവിക്കാവുന്ന എല്ലാമുള്ള ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്ന ആരെ? ദൈവത്തിൻ്റെ മക്കളെ. ഇത് അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്ത്യാനികളുടെ ഒരു ടീച്ചിങ് ഉണ്ട്, എന്തറിയാമോ? ഈ ലോകത്തിൽ പലരുടെയും, എല്ലാവരുടെയും അല്ല, പലരുടെയും ഈ ലോകത്തിൽ കഷ്ടതയും ശോധനയും പ്രയാസവും ഞെരുക്കവും ഭാരമൊക്കെ ഉണ്ട്. ഇതെല്ലാം സഹിച്ച് ഒരു ക്രിസ്ത്യാനായിട്ട് ഇവിടെ ജീവിക്കണം. സ്വർഗത്തിൽ പോകുമ്പോൾ ഇതൊന്നും കാണത്തില്ല, സുഖമായി ജീവിക്കാം. ഇങ്ങനെ ഒരു തെറ്റായ പഠനമുണ്ട്, തെറ്റായ പഠനം കേട്ടോ. ഇത് അടിസ്ഥാനമായി പഠിച്ചിരിക്കണം. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇത് കേട്ട് വളർന്ന ഒരാളാണ്. പലപ്പോഴും പല പ്രസംഗങ്ങൾക്കകത്തും പലരും പറഞ്ഞു കേൾക്കുന്നത് ഈ ലോക ജീവിതം കഷ്ടതയും ശോധനയും ഞെരുക്കവും പ്രയാസമൊക്കെയാണ്. അതിങ്ങനെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലും, അവിടെ നല്ല സുഖമാണ്. ഇങ്ങനൊരു പരിപാടി, അങ്ങനൊരു ദൈവം അല്ല നമ്മുടെ ദൈവം. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ടുപോയി സുഖിപ്പിക്കാനിരിക്കുന്ന ദൈവമല്ല. ഒരു അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹിക്കുന്ന ദൈവം എന്നാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ കിടന്ന് ദുരിതം അനുഭവിക്കുന്നതും കഷ്ടത അനുഭവിക്കുന്നതും കണ്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അതിനേക്കാൾ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങളുടെ കഷ്ടത കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമോ? അങ്ങനെ സംഭവിക്കില്ല. അത് തെറ്റായ ഒരു പഠനമാണ്, തെറ്റായ ടീച്ചിങ് ആണത്. അതായത് ഞാൻ പ്രസംഗിക്കുമ്പോൾ, നിങ്ങളറിയണം, ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമെന്ന് ഞാൻ പ്രസംഗിക്കാനുള്ള ഉറപ്പ് എനിക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? എൻ്റെ ലൈഫ് അനുഗ്രഹിക്കപ്പെട്ടാലേ പറ്റൂ. എനിക്ക് മനസ്സിലാവുന്നോ? എൻ്റെ ലൈഫ് അനുഗ്രഹിക്കപ്പെടുന്നില്ല, എൻ്റെ ലൈഫിൽ നിന്ന് കഷ്ടത മാറുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കാണുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രസംഗത്തിൽ അത് വരില്ല. മനസ്സിലായോ? എൻ്റെ പ്രസംഗത്തിൽ ഒന്നും വരത്തില്ല. എൻ്റെ പ്രസംഗം കുറേ തിയോളജി ഇങ്ങനെ വരും, എവിടെ കൂടെ പറന്നുകൊണ്ട് പോകും, അല്ലാതെ ആർക്കൊന്നും മനസ്സിലാവത്തില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ കർത്താവ് എങ്ങനെ ഇടപെട്ടോ അതായിരിക്കണം എൻ്റെ മെസ്സേജ്. അതാവുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്നാണ് ഞാൻ പറയുന്നത്, കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയുന്നു. തൻ്റെ മക്കളെ പൊന്നുപോലെ സുന്ദരമായി സുഭിക്ഷമായി സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇത് സത്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും എൻ്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്, പലരും പഠിച്ചു വെച്ചത് തെറ്റായിട്ടാണ്. ഇവിടെ കഷ്ടതയാണ്, പ്രാർത്ഥിച്ചാലും ശോധനയാണ്, ക്രിസ്തീയ ജീവിതം കഷ്ടതയാണ്. പ്രിയമുള്ളവർ, ഈ ടോപ്പിക് എടുത്തുകളാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ഈ ചിന്ത വലിച്ചെടുത്ത് പുറത്തു കളാം. നമുക്ക് കഷ്ടതയോ ശോധനയോ കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ റീസൺ ദൈവമല്ല, ദൈവം നിങ്ങളങ്ങനെ ഇട്ടതുമല്ല. അതിൻ്റെ റീസൺ നമ്മളാണ്. നോക്ക്, ഒന്നാമത്തെ വചനം. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. കേട്ടെ, 3 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ഈ 3 കാര്യമേ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഈ അധ്യായത്തിനകത്ത്. നോക്ക്, 1 നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, 2 നിങ്ങൾ വർദ്ധിക്കേണ്ടതിന്, 3 നിങ്ങൾ ചെന്ന് ചേർന്ന ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന്. 3 കാര്യങ്ങൾ, ആഴമാണ് 3 കാര്യങ്ങൾ. എന്നിട്ട് പറയാണ്, ഇത് സംഭവിക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കണം, അനുസരിച്ച് നടക്കണം. എന്താ കർത്താവ് പറഞ്ഞേ? തരില്ലെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് നല്ലൊരു ജീവിതമില്ലെന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് വർധനവില്ലെന്ന് പറഞ്ഞോ? ദേശം നിങ്ങൾ കൈവശം കിട്ടത്തില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, തരാമെന്നല്ലേ പറഞ്ഞേ. പക്ഷെ കണ്ടീഷൻ വെച്ചല്ലോ. എന്താ കണ്ടീഷൻ? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും, ജസ്റ്റ് കൽപ്പന എന്നല്ല പറഞ്ഞത്, സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ തരാം എന്നല്ലേ പറഞ്ഞേ. വേദപുസ്തകം പഠിക്കേ, കണ്ടീഷണലായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങളും കണ്ടീഷണലാണ്.
നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ, സാമ്പത്തികമായി ഞെരുക്കമൊക്കെ അനുഭവിക്കുന്നവർ, അതിനകത്തൊരു മലക്കി പ്രവചന പുസ്തകത്തിലൊരു വാക്യമുണ്ട്, സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്ഥലം പോരാതെ വണ്ണം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ. കേട്ടിട്ടില്ലേ അങ്ങനെ വാക്ക്? അത് മലാഖിയിൽ കിടക്കുന്നതാണ്. നമ്മൾ ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കും അല്ലേ? സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്ഥലം പോരാതെ അനുഗ്രഹിക്കുന്ന ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയല്ലേ? പക്ഷേ അതിൻ്റെ കണ്ടീഷനുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിൻ്റെ തൊട്ട് മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ, അപ്പോൾ. കേട്ടോ കണ്ടീഷൻ? അപ്പോൾ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുകയില്ലയോ? കണ്ടീഷണലാണ്. നിങ്ങൾ വേദപുസ്തകത്തിൽ ഏത് അനുഗ്രഹം എടുത്തോ, കണ്ടീഷണലായിരിക്കും. ഒരു കണ്ടീഷൻ വച്ചേ ദൈവം പറയത്തുള്ളൂ. സൗഖ്യം നിങ്ങൾക്ക് വേണോ? കണ്ടീഷണലാണ് സൗഖ്യം, ചുമ്മാ കിട്ടത്തില്ല. ആൾക്കാർ സൗഖ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കിട്ടുന്നില്ല, കർത്താവ് സൗഖ്യം തരുന്നില്ല. റീസൺ എന്താ? കണ്ടീഷണലാണ് സൗഖ്യം. കണ്ടീഷൻ. എല്ലാ കൽപ്പനകളും കണ്ടീഷണൽ. എന്തോ ഒരു സംഗതി നിങ്ങൾ ചെയ്യാനുണ്ട്, എവിടെയോ ഒരു പോയിന്റ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി കർത്താവേ സൗഖ്യം തരണമെന്ന് വെച്ചാൽ ആ സൗഖ്യം എന്ന് ഉരുട്ടി നിങ്ങളുടെ വായിലോട്ട് വെച്ച് തരത്തില്ല. അതിന് പകരം ദൈവത്തിൻ്റെ വചനം നിങ്ങളിലേക്ക് വരും. അതാണ് ഞാൻ ഈ കൺവെൻഷനെ പറ്റി പറഞ്ഞത്. വചനം നിങ്ങളിലേക്ക്, നിങ്ങളുടെ വിഷയം എന്താണോ അതിൻ്റെ മറുപടി ആ വിഷയത്തിൻ്റെ സാധനമായിട്ട് ഉരുട്ടി തരികയല്ല, വചനമായിട്ട് വന്നിട്ട് പറയും, എടാ ഇങ്ങനെ ജീവിക്ക്, ഇങ്ങനെ പറ, ഇങ്ങനെ ചെയ്, ഇങ്ങനെ നോക്ക്, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഇതിങ്ങനെ പറഞ്ഞുതരും. നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യണതും മറ്റത് വരും. നമ്മുടെ പ്രശ്നം എന്തറിയാമോ? നമുക്ക് വചനം അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെന്നല്ല, എനിക്കറിയില്ല, സത്യം തുറന്നു പറയാമല്ലോ, എനിക്കറിയത്തില്ലായിരുന്നു, പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഈ സത്യമായിട്ട് വചനം എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിച്ചിട്ട് അത് ലൈഫിലെടുത്ത് അങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങുന്നതും ഇത് വരാൻ തുടങ്ങും. അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും, സമൃദ്ധമായിട്ട് വരാൻ തുടങ്ങും, ഇല്ലാത്തത് വരാൻ തുടങ്ങും. കർത്താവ് അതാ പറഞ്ഞത്. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്. 2, വർദ്ധിക്കേണ്ടതിന്. 3, നിങ്ങൾ ചെല്ലുന്ന ദേശം കൈവശമാക്കേണ്ടതിന്. 1, നിങ്ങൾ ജീവിക്കണം. 2, നിങ്ങൾ വർദ്ധിക്കണം. 3, ദേശം നിങ്ങൾ കൈവശമാക്കണം. ദേശം കൈവശമാക്കി കഴിഞ്ഞാൽ, ഇവിടെ പിന്നെ താഴോട്ട് വായിക്കുമ്പോഴാണ് നിങ്ങളെ കൊണ്ടുപോയ ദേശം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ നാട്, നിങ്ങളുടെ സ്ഥലം, അത് തന്നെ സാധനം, ദേശം നിങ്ങൾ കൈവശമാക്കി കഴിഞ്ഞാൽ അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാണ് തൻ്റെ മക്കൾക്ക് നൽകുന്നത്. അവിടെ ഗോതമ്പും യവവും തേനും പാലും ഇഷ്ടം പോലെ സമൃദ്ധി അങ്ങോട്ട് തരാൻ തുടങ്ങുന്നതാണ്. ഇതാണ് വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം സമൃദ്ധമാണ്, അല്ലലില്ലാത്തൊരു ജീവിതമാണ്. ശോധനയും കഷ്ടതയും ദാരിദ്ര്യവും ഞെരുക്കം കൊണ്ട് തകർക്കുന്നൊരു ജീവിതമല്ല, സമൃദ്ധമായൊരു ജീവിതമാണ് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തത്. പക്ഷേ കണ്ടീഷണലാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ ദേശം നീ കൈവശമാക്കും. കൈവശമാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭൂമി നമ്മുടെ കൈവശമാണ്. നിങ്ങൾക്ക് 10 സെൻറ്റ് ഭൂമിയുണ്ട്, അല്ലെങ്കിൽ 50 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിൽ ഈ ഭൂമിയുടെ പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈവശമാണ്. ശരിയല്ലേ? എൻ്റെ കൈവശമുള്ള ഭൂമി എൻ്റെ ഭൂമി, ഞാൻ എൻ്റെത് എന്ന് പറഞ്ഞ് വച്ചുകൊണ്ടിരിക്കുന്നില്ലേ ഈ പ്രമാണം. ഇതിനകത്ത് ഓർത്തോ, സ്പിരിച്വൽ വേൾഡിൽ നിങ്ങൾക്ക് ആ ഭൂമി അവകാശമാകണമെന്നില്ല. ഇതാണ് ഇതിനകത്തുള്ള പ്രോബ്ലം. പല ആൾക്കാർ പറയും ചില സ്ഥലങ്ങളിൽ താമസിക്കാൻ പറ്റത്തില്ല, ചില വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, സ്വസ്ഥതയില്ല, ഈ ദേശത്ത് വന്നപ്പോൾ നശിച്ചു, ഈ ദേശത്ത് ഒരു പുഷ്ടിയും വരുന്നില്ല, ഒരു ഉയർച്ചയും വരുന്നില്ല, ഒരിക്കലും സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാകുന്നില്ല, ഒരിക്കലും സമ്പത്ത് കയ്യിൽ നിൽക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും നന്മ കിട്ടുന്നത്. ചില ദേശം, ചില സ്ഥലം, ചില വീടുകൾ ഇങ്ങനെ പ്രതിസന്ധിയിൽ കിടക്കുന്നു. എന്താ കാരണം? പ്രമാണം കയ്യിലുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ആ ഭൂമി അവകാശമായിട്ടില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയതാവും, വർഷങ്ങൾ കടന്ന് മാതാപിതാക്കളോട് കൈമാറ്റപ്പെട്ട് വന്നതാവാം, പക്ഷെ നിങ്ങളുടെ കൈവശം ആ ഭൂമി ഇല്ല. അതാണ് സത്യം. എത്ര അനുഭവങ്ങൾ വേണം, എത്ര ജീവിതങ്ങൾ വേണം നിങ്ങൾക്ക്? കൈവശം ഭൂമിയില്ലാത്ത എന്തുമാത്രം ആൾക്കാർ ദുരന്തം അനുഭവിക്കുന്നറിയാമോ? ദൈവം അനുഗ്രഹിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഭൂമി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, താഴുന്നുവെങ്കിൽ അതിൻ്റെ റീസൺ ആ ഭൂമി നിങ്ങളുടെ കൈവശം ഇല്ല എന്നാണ്. നിങ്ങൾ കൈവശമാക്കണം എന്ന് കർത്താവ് പറയുന്നതിൻ്റെ റീസൺ സ്പിരിച്വലിയാണ്. അതൊരു പ്രമാണം കയ്യിലുള്ളത് വെച്ചിട്ടല്ല പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അതിനകത്ത്, ഈ ഭൂമിക്കകത്ത് അശുദ്ധാത്മാക്കൾക്കും ദൈവാത്മാക്കൾക്കും അവകാശം എടുക്കാൻ പറ്റും. എല്ലാ ഭൂമിയും അങ്ങനെ തന്നെയാണ്. എല്ലാ ഭൂമി, ഈ ആലയത്തിൻ്റെ ഭൂമിയാവട്ടെ, നിങ്ങളുടെ വീടാവട്ടെ, ദേശം, എവിടെ 2 കൂട്ടരിൽ ഒരാളുടെ അവകാശമാണത്. ഒന്നുകിൽ ദൈവത്തിന് തൻ്റെ ദൂതന്മാരും ആ ഭൂമി അവകാശമെടുത്ത് അവിടെ വസിക്കും, അവിടെ താമസിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അതല്ല എങ്കിൽ അശുദ്ധാത്മാക്കൾ ആ ഭൂമി അവകാശമെടുക്കും, അവർ അതിന് അവകാശം പറയും, അതിലവർ താമസിക്കും. അവിടെ താമസിക്കുന്നവർക്ക് ഉദ്ദേശിച്ച പോലെ വളർച്ച കിട്ടത്തില്ല. ശരിക്കും അവരെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന ഉന്നതമായ വളർച്ച, അവരുടെ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബജീവിതം എല്ലാം സമൃദ്ധമായിരിക്കും. പക്ഷെ അവർക്ക് കിട്ടുന്നില്ല. റീസൺ, ആ ഭൂമി കൈവശമില്ല, അശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലാണ്. അതിനേകം റീസൺസ് ഉണ്ട്.
അതിന് ഒരു റീസൺ, അന്യാരാധന നടന്ന ഭൂമി, കൊലപാതകം നടന്ന ഭൂമി, വ്യഭിചാരം നടന്ന ഭൂമി, ആഭിചാരങ്ങൾ നടന്ന ഭൂമി കൈവശം കിട്ടത്തില്ല. അതിനെ കൈവശമാക്കണം ദൈവമക്കൾ. കൈവശമാക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു പോകാൻ സമയം അധികമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫ് അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസണിലൊന്ന് ഭൂമി കൈവശമാക്കാത്തതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അതിന് പറയും, നമ്മൾ എന്ത് പറയുമോ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും ശോധനയാണെങ്കിൽ നമ്മൾ പറയും ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെ ഉള്ളതാണ്, എൻ്റെ വീട്ടിലും ഉണ്ട്, എൻ്റെ മക്കളുടെ വീട്ടിലും ഉണ്ട്, അവരിങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ ഈ ഭൂമിയാണ് പ്രശ്നം. ഇതിനെ കൈവശമാക്കാത്തതാണ് വിഷയം. അതിന് നമ്മൾ പഠിക്കത്തുമില്ല, പഠിപ്പിക്കത്തുമില്ല, അതിനോട് പ്രാർത്ഥിക്കത്തില്ല, ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ഉള്ള തന്നെ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ദൈവം മക്കളെ, നിങ്ങൾ സമർത്ഥമായി ജീവിക്കാനുള്ള സകല നന്മകളും ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ അലസന്മാരായി ജീവിക്കുന്നു, മടിയന്മാരായി ജീവിക്കുന്നു. എല്ലാവർക്കും ഉള്ളതിന് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാതെ ഒരു അലസ ജീവിതം, അങ്ങനെയുള്ളവരാരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചെടുക്കത്തില്ല. ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു. ആവേശമുള്ളവർ, ആഗ്രഹമുള്ളവർ അനുഗ്രഹങ്ങൾ പിടിച്ചെടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിൻ്റ് അതാണ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെ എന്നൊരു ഭാഗം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷകരമായ ജീവിതമാണ് ജീവിതം. അല്ലാതെ കുടുംബത്തിനകത്ത് വഴക്ക്, സാമ്പത്തിക ഞെരുക്കം, ആരോഗ്യമില്ല, ഒന്ന് കഴിഞ്ഞ് അടുത്ത രോഗം, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത രോഗം, പിന്നെ വേറൊരു രോഗം, ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് നിറയുന്നൊരു ജീവിതം, മാനസികമായ സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അയൽവക്കക്കാരുമായിട്ട് പ്രശ്നം, എന്നും ഒരു സമാധാനമില്ലായ്മകൾ, തലമുറകൾ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നില്ല, അവരുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, അവരുടെ സ്വഭാവം നല്ലതല്ല, അവരനുസരണമില്ലാത്തവരായി ജീവിക്കുന്നു, മാതാപിതാക്കളുമായിട്ട് വഴക്കാണ്, അശുദ്ധിയാണ്, തിന്മയാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയം നിങ്ങളുടെ ജീവിതത്തെ ആഞ്ഞടിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്നായിട്ടല്ല ജീവിക്കുന്നതെന്ന് സത്യത്തിൽ സമ്മതിച്ചാലേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നമ്മുടെ ലൈഫിലേക്ക് എടുത്തു നോക്കും, സത്യത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ? ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമായിരിക്കണം, തൃപ്തിയുള്ള സമാധാനമുള്ളൊരു ജീവിതം. അതല്ല എങ്കിൽ, സമാധാനപരമായ ഒരു നല്ല ജീവിതം അല്ല നിങ്ങളുടെ വീടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതിൻ്റെ കാരണം എന്തുകൊണ്ട് എൻ്റെ വീട്ടിനകത്ത് അടിക്കടി രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് ഫിനാൻസ് ക്ലിയർ ആകുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് വീട്ടിനകത്തൊരു സ്വസ്ഥതയും സമാധാനവും വരുന്നില്ല? എവിടെയാ ഇഷ്യൂ? എന്താ? എല്ലാവർക്കും ഉണ്ടെന്ന് പറയല്ലേ? അങ്ങനെ പറയരുത്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അടച്ച് തീർക്കരുത്, അത് തെറ്റാണ്. എന്തുകൊണ്ട്? ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? ഏത് വിഷയവും, പ്രിയമുള്ളവരെ, ഏത് വിഷയവും, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഏത് വിഷയവും, ഒരു വിഷയത്തെ നിങ്ങൾ വെറുതെ വിടരുത്. അതാണ് ദൈവമക്കളോട് പറയാനുള്ള ആഹ്വാനം. ഒരു വിഷയത്തെ പോലും ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, രോഗങ്ങൾ, ഒന്നിന് പിറകെ രോഗങ്ങൾ കൊണ്ടുവന്നിട്ട് ശരിയായിട്ട് സമ്പത്ത് വീട്ടിലേക്ക് വരില്ല, ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്ത അവസ്ഥകൾ, അത് വെറുതെ വിടാൻ പാടില്ല. ദൈവം അങ്ങനെ അല്ല ദൈവമക്കളോട് പറഞ്ഞത്, അനുഗ്രഹിക്കുമെന്നാണ്. പക്ഷേ നമുക്കതില്ല. അങ്ങനെ ആ വിഷയം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ ലോകപ്രകാരമായി മാത്രം നോക്കും. നമുക്ക് മരുന്ന് കഴിക്കാം, മെഡിസിൻ കഴിക്കുമ്പോൾ രോഗം മാറും, മെഡിസിൻ കഴിച്ച് ഉള്ള പൈസ മുഴുവൻ പോകണമെന്നല്ലാതെ ആ കുടുംബം രക്ഷപ്പെടുന്നില്ല. എത്രയോ കുടുംബങ്ങളെന്നറിയാം ഇങ്ങനെയൊക്കെ കിടക്കുന്നത്, എത്രയോ ജീവിതങ്ങളാണ്. ദൈവമക്കളെ അങ്ങനെ അല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യപ്പെടും. അത് സ്പിരിച്വലി ഹാൻഡിൽ ചെയ്യണം. എന്താണ് ഈ ഇഷ്യൂവിൻ്റെ റീസൺ? എന്തുകൊണ്ട് അടിക്കടി രോഗങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതം ഞെരുക്കുന്നു? എന്തുകൊണ്ട് കുടുംബത്തിന് അത് സ്വസ്ഥത കിട്ടുന്നില്ല? ചില ഭാര്യ ഭർത്താക്കന്മാർ പറയും, വീട്ടിൽ വന്ന് കയറുന്നതും വഴക്കാവും, വലിയ കുഴപ്പമില്ല, അതിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല, സന്തോഷമാണ്, എല്ലാം സന്തോഷമാണ്, ഇവിടെ പോയാലും പ്രശ്നമില്ല. വീട്ടിനകത്ത് വന്ന് അനാവശ്യമായി നമ്മൾ സംസാരിച്ചു തുടങ്ങും, വഴക്കാവും. എന്താണ് റീസൺ? അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം, അത് ഹാൻഡിൽ ചെയ്യപ്പെടണം. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൊരു ജീവിതം, തൃപ്തിയുള്ളൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം. അതിന് നിങ്ങൾക്ക് നല്ല ആഹാരം ഉണ്ടാവണം, നിങ്ങൾക്ക് നല്ല വസ്ത്രം ഉണ്ടാവണം, നിങ്ങൾക്ക് വീടുണ്ടാവണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, അവരുടെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടണം, സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെട്ടിരിക്കണം, സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരിക്കണം, ഒരു പ്രാർത്ഥന അന്തരീക്ഷം വീട്ടിനകത്ത് ഉണ്ടായിരിക്കണം, ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായി. എല്ലാ അർത്ഥത്തിലും സുഗമമായ ഒരു ജീവിതമാണ് ജീവിച്ചിരിക്കേണ്ടതിന് എന്ന വാക്ക്. എന്നാൽ അനേകം ആൾക്കാർ സത്യത്തിൽ ജീവിക്കുന്നുണ്ടോ? ജീവിക്കുന്നു. ലോകത്തെല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. ലോകത്തെല്ലാം കഷ്ടതയുണ്ട്, എനിക്കും കഷ്ടതയുണ്ട്. ഈ പോയിന്റിലാണ് പലപ്പോഴും പലരും ജീവിക്കുന്നത്. എല്ലാവർക്കും പ്രശ്നമുണ്ട്, എനിക്കും പ്രശ്നമുണ്ട്. ഇങ്ങനെയാണ് പലരും പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇല്ലേ ഈ പ്രശ്നമൊക്കെ? എല്ലാവർക്കും ഇല്ലേ? ആൾക്കാർ നമ്മളുടെ അടുത്തൊക്കെ ഒന്ന് പച്ച പ്രശ്നമാണ്, ഇന്ന വിഷമമാണ്, വേദനയാണ്, രോഗമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇല്ലടാ പ്രശ്നം, നിനക്കും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, സത്യമായിട്ടും പറയത്തില്ല. നിനക്ക് പ്രശ്നമുണ്ടെന്ന് ഹാൻഡിൽ ചെയ്യപ്പെടണം, അത്ര തന്നെ. നാട്ടുകാർക്കുണ്ട്, നിനക്കെന്താണ്? നാട്ടുകാർക്കുണ്ട്, കാരണം അവർ ദൈവത്തെ വിളിക്കാത്തതുണ്ടല്ലേ. ദൈവത്തെ വിളിക്കുന്ന നിൻ്റെ ലൈഫിൽ ഈ ഇഷ്യൂ കിടക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഉള്ള ഇഷ്യൂ നിനക്കുള്ള, നീ സങ്കടപ്പെടണം, ധൈര്യമായിട്ട് പോ, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ കർത്താവിനെ പഠിപ്പിച്ചിട്ടില്ല. കാരണം എൻ്റെ ലൈഫിനെ നോക്കി ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവിനോട്. അതെ, എല്ലാവർക്കും ഉള്ള പ്രശ്നമല്ലേ കർത്താവ് എന്നോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ടൊരു പോയിൻ്റാണിത്. എന്തുകൊണ്ടെന്നറിയാമോ?
ഞങ്ങൾ മിഷൻ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സെമിനാരി പഠനം 4 വർഷം ഒത്തിരി വായിച്ച് പഠിച്ച് നേരെ മിഷൻ ഫീൽഡിലേക്ക് പോവാണ്. അപ്പോൾ എവിടെ നിന്നും ഒരു ധൈര്യം എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിട്ട് ഞാനതങ്ങ് ഏറ്റെടുക്കുകയാണ്. അവിടെ മുതൽ കർത്താവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. കാരണം ഒരു കൊച്ചുകുട്ടിയോട് ഞാനിത് വിശ്വസിക്കുകയാണ്. ഈ സംഭവം കർത്താവ് പറഞ്ഞല്ലോ, വിശ്വസിച്ചിട്ട് എന്തെല്ലാം ക്രൈസിസ് വന്നു എന്നറിയാമോ? എന്തെല്ലാം പ്രതിസന്ധികൾ ആഞ്ഞടിച്ചു, രോഗങ്ങൾ വന്നു, നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ എത്രയോ വന്നു, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. നമ്മൾ അവിടെ ഈ വചനം വെച്ച് പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി, ഇല്ലാത്തതിനെ കാണാൻ തുടങ്ങി, അസാധ്യമായത് സാധ്യമാകുന്നത് കാണാൻ തുടങ്ങി. അപ്പോഴാണ് കോൺഫിഡൻ്റായി ദൈവം പ്രവർത്തിക്കും. അങ്ങനെ ഓരോ നിമിഷങ്ങൾ കഴിയുന്ന സമയത്ത് കർത്താവ് എന്നോട് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. പതുക്കെ സ്നേഹം കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ചതിൻ്റെ ഒരു സ്നേഹം കൊണ്ടാണ്. ഇത്രയും റിസ്ക് എടുത്ത് കർത്താവ് പറഞ്ഞതിനെ വിശ്വസിച്ച് അവിടെ നിന്നു എന്നുള്ളൊരു പരിഗണന കർത്താവ് എനിക്ക് തന്നു. ഞാൻ അനുസരിച്ചോ അഹങ്കരിച്ച് പറയല്ല, പക്ഷെ അതൊരു പരിഗണനയായിട്ട് കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. എളുപ്പമല്ല പരിപാടി, പക്ഷെ എന്തോ കർത്താവ് അത് പരിഗണിക്കുന്നു. അവിടെ മുതൽ ഈ പരിഗണന എനിക്ക് കിട്ടുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ഞാൻ പരിശുദ്ധനായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ ഇതനുസരിച്ച് നിന്നതിൻ്റെ ഒരു പരിഗണന. ഓരോ കാലം അങ്ങോട്ട് പോകുന്നതനുസരിച്ച് കർത്താവ് ഇടപെടാൻ തുടങ്ങുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, കർത്താവ് വചനങ്ങൾ തരാൻ തുടങ്ങുന്നു, ദൂതുകൾ തരാൻ തുടങ്ങുന്നു. ഓരോന്നോരോന്നേരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കർത്താവ് തന്നെ നടത്തുകയാണ്. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ ഞാൻ വരുന്നത്. അപ്പോൾ ഈ യാത്രക്കിടയിലാണ് കർത്താവ് എൻ്റെ അടുത്ത് എങ്ങനെയാണ് നീ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിനകത്ത് സാമ്പത്തിക പ്രതിസന്ധി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പപ്പ രോഗിയാവുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പശു വളർത്തി ജീവിച്ചിരുന്ന സമയത്ത് പശുക്കൾ 3 ഒരുമിച്ച് നിന്ന് ചത്തുപോകുന്നു. ഭയങ്കരമായ ആഞ്ഞടികൾ കുടുംബത്തിനകത്തുണ്ടെന്ന്, സാമ്പത്തികമായ ബാധ്യത വരുന്നു, അടച്ചു തീർക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ, ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് നോട്ടിക്കുന്ന സിറ്റുവേഷനിലേക്ക് ചെന്ന് ചേരുന്നു. എൻ്റെ കയ്യിലാവുന്ന ബാധ്യത, എനിക്ക് ചെറിയൊരു വരുമാനമേ ഉള്ളൂ. കർത്താവ് ആ സമയത്ത് എന്നോട് സംസാരിച്ചത് കാര്യം, നീ ഫിനാൻസ് എന്താണെന്ന് പഠിക്കുമെന്നാണ് പറഞ്ഞത്, തരാമെന്നല്ല പറഞ്ഞത്. എല്ലാ പ്രശ്നവും മാറ്റിയിട്ടുണ്ട്. ഞാൻ സേഫാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, അന്ന് മുതൽ കർത്താവിനെ സാമ്പത്തികം പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി സാമ്പത്തികമായി വർധനവ് പ്രാപിക്കുന്നത്? തോൽപ്പിക്കുന്ന ദൈവമല്ല. നിങ്ങൾ ജീവിച്ചിരിക്കണം, ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കണമെന്ന് അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വരുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അധ്വാനിക്കുന്നു, കുറേ ബിസിനസ് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടന്നാൽ കിട്ടും. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കും. അങ്ങനെ പറഞ്ഞേ, ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ ചാടി ബഹളം വയ്ക്കാനൊന്നും പറഞ്ഞിട്ടില്ല, അനാവശ്യമായ ഓട്ടം ചാട്ടം ഒന്നും കർത്താവ് പറയുന്നില്ല. അധികാലം എഴുന്നേൽക്കുന്നു, നന്ന താമസിച്ച് കിടപ്പാൻ പോകുന്നു, ഭയങ്കര അധ്വാനി. അവനല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. മാന്യമായ ജീവിതം നടത്തിയാൽ മതി, മാന്യമായ ജീവിതം. പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, ഈ വചനത്തിൽ നിന്ന് അനുസരിച്ച് വരണം. അപ്പോൾ ഫിനാൻസ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതൊരു ജീവിതമാണ്. ഞാൻ ജീവനത്തെ പറ്റി നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനെന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്പത്ത് വേണം. കടഭാരമില്ലാത്തൊരു ജീവിതം വേണം. കൃത്യമായി വരുമാനം വേണം. ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലവ് എന്തുമാത്രം കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ നോക്കി എത്ര രൂപയാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഫിനാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ദാരിദ്ര്യമല്ലേ, ഒരു ഞെരുക്കം. അപ്പോൾ അതൊരു ജീവിതമാവോ? ഞെരുക്കത്ത് ജീവിതമാണ്. തൃപ്തി ആയിരിക്കണം നമുക്ക്. ചുമ്മാ എന്ന് വെച്ചാൽ ഒരു ആഡംബരമൊന്നും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മനസമാധാനത്തോടെ തൃപ്തിയായി ജീവിക്കാൻ പറ്റുന്നൊരു ക്രമീകരണം സ്വർഗത്തിലതേ ഒരുക്കം. അതിന് കർത്താവ് എന്നോട് എന്താ പറയാമോ, നീ സാമ്പത്തികത്തെ പറ്റി വചനത്തിൽ നിന്ന് പഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, വചനത്തിൽ എന്തിരിക്കുന്ന സാമ്പത്തികത്തെ പറ്റി പഠിക്കാൻ? 3 മണിക്കൂർ ഞാൻ ക്ലാസ് എടുത്തു തരാം. 3 മണിക്കൂർ ബൈബിളിൽ എന്താ പറയുന്നത് സാമ്പത്തികത്തെ പറ്റി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉയർന്നിരിക്കും, വർദ്ധിച്ചിരിക്കും, ഉറപ്പാണ്. ബൈബിളിലുണ്ട് സകല സാധനങ്ങൾ, സകലതും ഇതിനകത്ത് ഉറിഞ്ഞിരിക്കുന്നു. ഞെട്ടിപ്പോയി. ഞാൻ പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫ്രം ദ ബൈബിൾ എന്ന് പറഞ്ഞിട്ട്. പ്രിയരെ, സകല കാര്യങ്ങളും ഇതാണ്. നിങ്ങൾ ജീവിച്ചിരിക്കാൻ, സന്തോഷത്തോടെ ജീവിച്ചിരിക്കാൻ, കുടുംബ സമാധാനം എന്തേ വരുന്നില്ല. പല കുടുംബങ്ങൾക്കകത്തും ഭാര്യയും ഭർത്താവും തമ്മിൽ ക്രൈസിസാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാത്തിന് വഴക്ക്. എന്നിട്ടൊരു ഓമന പേരിട്ട് പറഞ്ഞിട്ടുണ്ട്, കുടുംബജീവിതമാകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്നു. അങ്ങനൊന്നുമില്ല. അത് തെറ്റാണ്, ആശയം തെറ്റാണ്. പഠിപ്പിച്ച് തെറ്റിപ്പിച്ചിരിക്കുകയാണ് മനുഷ്യനെ. ദൈവം യോജിപ്പിച്ച ബന്ധം, അതിനകത്ത് അങ്ങനെ ഒരു തട്ടിമുട്ടി പരിപാടിയില്ല. സ്വസ്ഥതയാണ്, സമാധാനമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമാണ്, എപ്പോഴും സ്നേഹമാണ്, എപ്പോഴും സമാധാന അന്തരീക്ഷമാണ്. ഒരാശയം വൈരുദ്ധ്യമായി വന്നാൽ തന്നെ രാത്രിക്ക് മുമ്പേ അവർ യോജിച്ച് കഴിഞ്ഞിരിക്കും.
ആശയം വൈരുദ്ധ്യം വരുന്ന വഴക്കല്ല, വ്യത്യസ്ത ആശയങ്ങളാണത്. വ്യത്യസ്ത ആശയങ്ങൾ രൂപപ്പെടുമ്പോൾ നല്ലൊരു ആശയം വരും, അതിനുള്ളതാണ്, അത് തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ എന്തേ വഴക്കാവുന്നു, എന്തോ ഫ്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. റീസൺ ദൈവമൊന്നുമല്ല, തട്ടിമുട്ടി ജീവിതവും ദൈവം തന്നിട്ടൊന്നുമില്ല, സന്തോഷകരമായ ജീവിതമാണ്. അപ്പോൾ ആ ജീവിതം ശരിയല്ല. നിങ്ങൾ ജീവിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ സ്വസ്ഥമായ ജീവിതം. ചില ആൾക്കാർ പറയും ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ്. അതെന്ത് ജീവിതമാണ്? നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ എന്താ വരുന്നത് അറിയാമോ? ആശ്വാസത്തിന്, സമാധാനത്തിന്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോൾ ഭയങ്കര ദേഷ്യം, ഭർത്താവിൻ്റെ മുഖം കാണുമ്പോൾ അതിലേറെ ദേഷ്യം. ചില ആൾക്കാർ പറയുന്ന കാര്യം ഞാൻ പറയുന്നത്, അതെന്ത് ജീവിതമാണ്? സ്വസ്ഥതയില്ലാത്തൊരു ജീവിതം അല്ല. സമാധാനത്തോടെ വീട്ടിൽ വന്ന് കയറണ്ടേ? ജീവിച്ചിരിക്കേണ്ടതിന് സമാധാനത്തോടെ ജീവിച്ചിരിക്കേണ്ടതിനും. അനേകം കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളൊക്കെ പറയുന്നൊരു വലിയ വിഷയം മക്കളെ പറ്റിയാണ്. മക്കളുമായിട്ട് സംസാരിക്കാൻ നിവൃത്തിയില്ല, അവരുടെ രീതികൾ മാറിയിരിക്കുന്നു, അവരുടെ ചിന്താഗതികൾ മാറിയിരിക്കുന്നു, അവർക്ക് സ്നേഹമൊന്നുമില്ല, അവർ അല്പസമയം സംസാരിക്കത്തില്ല, ഒരു മേശയ്ക്ക് ചുറ്റും ആഹാരം കഴിക്കാൻ ഇരിക്കത്തില്ല. എന്തൊരു ജീവിതമാണ്? സ്വന്തം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ചിരിക്കാൻ ഒരു വ്യവസ്ഥ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അത് ജീവിതമല്ല. അതങ്ങനെ ജീവിതമാകും? അത് ഭിന്നതയ്ക്കകത്തല്ലേ, സാത്താനല്ലേ, പിശാചല്ലേ ആ വീട്ടിൽ വസിക്കുന്നേ. ഇന്ന് എല്ലായിടും ഇങ്ങനെയൊക്കെയാണ്, എല്ലാ പിള്ളേരും ഇങ്ങനെ തന്നെ, എൻ്റെ പിള്ളേർ ഇങ്ങനെ തന്നെ ഇരുന്നോ എങ്കിൽ അങ്ങനെ. എന്തുമാത്രം കുട്ടികളെന്ന് പറയും നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടി വരും. എത്ര പിള്ളേർക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? നശിച്ചു പോയത്, തകർന്നു പോയത്, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. മക്കളെ സൂക്ഷിച്ചോളണേ. എൻ്റെ മെസ്സേജ് അതല്ല, പക്ഷേ വളരെ ശ്രദ്ധിക്കണം. മക്കളെ സൂക്ഷിച്ചോളണേ. ചെറുപ്രായം മുതലേ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചിട്ട് മൊബൈൽ ഫോണൊന്ന് കയ്യിൽ കൊടുക്കല്ലേ. എന്തുമാത്രം മാരക അപകടങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നു എന്നറിയാമോ? തകർച്ച ഈസിയായിട്ട് പറഞ്ഞു വെക്കല്ലേ. നാട്ടിലെ മക്കളെ പോലെ എൻ്റെ മക്കളും എന്ന് പറയരുത്. കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. നിൻ്റെ കുഞ്ഞിനെ ആലയത്തിനകത്ത് വളർത്തണം, ജീവിക്കണം. ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് വിശുദ്ധിയോടെ ജീവിക്കണം. അങ്ങനെ അതാണ് ജീവിതം. നമ്മുടെ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കണം. നാളെ ഒരു കുടുംബജീവിതത്തിൽ പോയാൽ അവർ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ ഈ ബേസ്മെൻ്റ് ഇല്ലാതെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ഫാമിലിക്കകത്ത് രൂപപ്പെടുന്ന കുഞ്ഞുങ്ങൾ നാളെ ഒരു കുടുംബജീവിതത്തിൽ എത്തുന്ന സമയത്ത് അതേ അശുദ്ധാത്മാവ് അവിടെയും ബാധിക്കുന്നു. അവിടെ അവർക്ക് അറ്റാക്സ് ഉണ്ടാകുന്നു, സമാധാനം കിട്ടുന്നില്ല. പല കുടുംബങ്ങൾക്കകത്തും എന്ത് സ്വസ്ഥതയാണ് അവർ അനുഭവിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ വളർത്തിയത്? എന്തിനാണ് വിദ്യാഭ്യാസം കൊടുത്തേ? പൊന്നുപോലെ നോക്കിയതിനാ ഇങ്ങനെ കരയാനോ നരകിക്കാനോ? ജീവിച്ചിരിക്കാൻ, സന്തോഷത്തോടെ ജീവിച്ച്. കർത്താവ് പറയുന്നു, മക്കളെ എൻ്റെ കൂടെ വാ, സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കൂ. നാം വേദപുസ്തകം പറയുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നു, നിങ്ങൾ വർദ്ധിക്കേണ്ടതിനും. ഒരു ജീവിതം ഒരിക്കലും സ്റ്റാറ്റിക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സാധനമല്ല. ഫിനാൻസ് ഇങ്ങനെ നിൽക്കണതല്ല, അത് വർധനമാണ്. ദൈവത്തിൻ്റെ മക്കൾ വർദ്ധിച്ചു വരും, അവരുടെ ആരോഗ്യം വർദ്ധിക്കും, തകരുകയല്ല ചെയ്യുന്നത്. മോശയെ നോക്കി പഠിക്കും. 120 വയസ്സ്, 40 വർഷം കൊട്ടാരത്തിൽ എല്ലാ ആയോധന കലയിലും പഠിച്ചു മിടുക്കനായി പ്രഗത്ഭനായി വളർന്നു. 40 വർഷം സൂപ്പർ ജീവിതമായിരുന്നു. 40-ാം വയസ്സിൽ അദ്ദേഹം വിചാരിച്ചു മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ഒരുത്തനെ തല്ലിക്കൊന്നു, കുഴിച്ചു മൂടി. അപ്പോൾ അയാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി, പേടിച്ചു. അയാൾ വിചാരിച്ചു 40-ാം വയസ്സിൽ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഇവരൊക്കെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചു. പറ്റിയില്ല, ഓടി മിദ്യാനിലേക്ക്. അടുത്ത 40 വർഷം ആടുകളെ മേച്ചുകൊണ്ട് അവിടെ 80 വയസ്സ്. അപ്പോൾ ദൈവം വിളിച്ചിട്ട് പറയാൻ ഇപ്പോൾ പോകും. അപ്പോൾ മോശം പറഞ്ഞു, ഇപ്പം എനിക്ക് പറ്റത്തില്ല, എൻ്റെ നാവ് തടിച്ചതാണ്, വയസ്സായിരിക്കുകയാണ്. 40-ലായിരുന്നു ഞാൻ പോകാമായിരുന്നല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, 40-ൽ നീ പോണ്ട, 80-ൽ പോയാൽ മതി. പിന്നെ ഉള്ള 40 വർഷം 120 വയസ്സ് വരെ ഈ മനുഷ്യൻ ഓടുകയാണ്. പ്രായമാണോ പ്രശ്നം? ദൈവത്തിൻ്റെ അഭിഷേകമാണ് കാരണം. പ്രായമല്ല നിങ്ങളെ തടയുന്നത്. പ്രായം നോക്കിയിട്ട് വിധി എഴുതരുത്. നിങ്ങളുടെ 40-ആയി 60-ആയി 70-ആയി എന്നോ, അങ്ങനെയല്ല. നിങ്ങളുടെ ലൈഫ് പർപ്പസിലെത്താൻ നിങ്ങൾ 80-ാം വയസ്സിൽ നിങ്ങൾ തീ പോലെ ജ്വലിക്കും. ശക്തിയോടെ നിർത്തും ദൈവം. 120-ാം വയസ്സിൽ നെബോ പർവ്വതം നടന്നു കയറി അവിടെ അടക്കി അദ്ദേഹത്തെ. കണ്ണ് മങ്ങിയിട്ടില്ലെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നാൽ ആ മനുഷ്യൻ അങ്ങനെ തകരില്ല. അങ്ങനെ തകർക്കപ്പെടാൻ ആർക്കും പറ്റത്തില്ല, തകർക്കാൻ കഴിയത്തില്ല ലോകത്തിൻ്റെ ശക്തികൾക്ക്. പ്രായം പരിധികൾ വെച്ചിട്ടൊന്നും നിങ്ങൾ അളന്നു കുറിച്ച് വയ്ക്കരുതേ. സ്വർഗത്തിലെ ദൈവം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ വർധനവാണ്. 90-ാം വയസ്സിൽ നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രകാശം കൊണ്ട് നിറയും നിങ്ങളുടെ ജീവിതത്തിനകത്ത്. അതാ സത്യം. ആത്മീക പ്രകാശം, ചൈതന്യം നിങ്ങളുടെ മേൽ വരാൻ തുടങ്ങും. പല മാതാപിതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രായം കൂടുന്നതനുസരിച്ച് ഒരു ശല്യമാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കല്ലേ, ശല്യമാണ്. ചില മാതാപിതാക്കൾ ശല്യമാണ്. അവരുടെ വാക്കുകൾ അവരുടെ മരുമക്കൾക്ക് ശല്യമാണ്. അവരുടെ വാക്കുകൾ അവരുടെ മക്കൾക്ക് ശല്യമാണ്. ആ വീട്ടിൽ കിടന്നുന്ന ശല്യമാണ്. കാരണം അവർ തോന്നും പോലെ ഇതെല്ലാം വേണം. അത് ഒരു എന്തെങ്കിലും രോഗമോ പ്രയാസമോ ഉള്ളവരെ പറ്റിയല്ല, നോർമൽ ജീവിക്കുന്ന ചില മാതാപിതാക്കളെ പറ്റി പറയാണ് ഞാൻ.
അവർക്ക് അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തിയെടുക്കണം, അവർ പറയുന്ന കാര്യങ്ങൾ നടക്കണം, മക്കൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എന്തേ ഇങ്ങനൊരു ലൗകിക ആവേശം മാതാപിതാക്കൾ വരുന്നു പ്രായം കൂടുന്നതിനനുസരിച്ച്? മക്കൾക്ക് എന്തുകൊണ്ട് തലവേദനയായി മാറുന്നു? മക്കളെ ഞാൻ പുണ്യവാളന്മാരെന്ന് പറയല്ല, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് പലരും ഓൾഡ് ഏജ് ഹോമിലെത്തി? എന്തുകൊണ്ട് പലരെയും വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു? എന്തുകൊണ്ട് മാതാപിതാക്കൾ വീടിനകത്ത് കരയുന്നു? മക്കളുടെ കുഴപ്പമൊന്നും കൊണ്ടൊന്നുമല്ല. അതിൻ്റെ റീസൺ ഒന്ന് മാതാപിതാക്കൾ തന്നെയാണ്. കാരണം വർഷങ്ങൾ കഴിയും തോറും തിളക്കം കൂടണം, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. ഇത് വാർദ്ധക്യത്തിനനുസരിച്ച് തിരിഞ്ഞു മറിയാണ്. പിള്ളേരെക്കാൾ ഗതികേടാണ് വാശി. അതെന്തെന്ന് പറയാം, ആത്മീക ചൈതന്യമില്ല. പ്രായം കൂടുന്നതിനനുസരിച്ച് ആത്മീക ചൈതന്യം ദൈവമക്കളുടെ ഉള്ളിലേക്ക് വന്ന് കയറും. പ്രകാശമാവും. അവരുടെ ഫേസിലൊരു പ്രകാശം വന്നു ചേരും. അവരുടെ വാക്കുകളിൽ ലാളിത്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, സൗമ്യത ഉണ്ടാവും, ക്ഷമയുണ്ടാവും, ദീർഘക്ഷമയുണ്ടാവും. ആ അമ്മയുടെ അടുക്കൽ ഇരിക്കാൻ മക്കൾ ആഗ്രഹിക്കും. ആ അപ്പൻ്റെ അടുക്കൽ ഒന്ന് കൈ പിടിക്കാൻ മക്കൾ ആഗ്രഹിക്കും, മരുമക്കൾ ആഗ്രഹിക്കും. അതാണ് ദൈവമക്കളുടെ പ്രത്യേകത. നീ വർദ്ധിച്ചു വരുമെന്ന് വേദപുസ്തകം പറയുന്നു. വാർദ്ധക്യത്തിലേക്ക് നീ നീങ്ങുന്ന സമയത്ത് ഒരു വർധനമുണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത്. അതാണ് വേദപുസ്തകം പറയുന്നു. ആരും എടുത്ത് കളയില്ല, നിങ്ങളെ കളയാൻ പറ്റില്ല. അങ്ങനൊരു അമ്മ എടുത്ത് കളയാൻ ആർക്കും പറ്റത്തില്ല. കളഞ്ഞാൽ അവിടുത്തെ പ്രകാശം കെട്ടുപോകും. ആ മക്കളുടെ പ്രകാശം തീരും. അവർക്ക് ഇരുട്ടായി മനസ്സിലാവും. പ്രിയമുള്ളൊരു വർധനവ് ദൈവം വാഗ്ദത്തം ചെയ്തു. അത് നിങ്ങളുടെ ആയുസ്സിലായിരുന്നാലും സമ്പത്തിലായിരുന്നാലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലായിരുന്നാലും കുടുംബ ജീവിതത്തിനകത്ത്. ഫാമിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത്? കല്യാണം കഴിഞ്ഞ് 10 വർഷമായി 15 വർഷമായി, മരവിപ്പാണ്. ആ സന്തോഷം എല്ലാം തീർന്നു, ആ സമാധാനം എല്ലാം തീർന്നു. ഇനി എന്തോ ഒരു മെറ്റീരിയൽ ലൈഫ് അങ്ങനൊന്നുമല്ല. യഥാർത്ഥ കുടുംബജീവിതം സ്വർഗം നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ, നിങ്ങൾ ഡേ ബൈ ഡേ കർത്താവ് പറയുന്നതിനനുസരിച്ച് മൂവ് ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടേയിരിക്കും. ഡേ ബൈ ഡേ അത് പ്രകാശപൂരിതമായിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. അവരുടെ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഈ കുടുംബജീവിതത്തിനകത്ത് ശാരീരിക ബന്ധവും ആത്മീക ബന്ധവുമുണ്ട്, ഫിസിക്കൽ റിലേഷനുമുണ്ട്, സ്പിരിച്വൽ റിലേഷനുമുണ്ട്. ഫിസിക്കൽ റിലേഷൻ വെച്ചിട്ടാണ് ആൾക്കാർ കുടുംബജീവിതത്തെ അളന്നു വയ്ക്കുന്നത്. ശാരീരിക അടുപ്പം ആദ്യം 5 വർഷം കൊള്ളാം, 10 വർഷം കൊള്ളാം, പിന്നെ അങ്ങോട്ട് അതിൻ്റെ ആവേശമൊക്കെ പോയി. ചിലർ പറയും ഹണിമൂൺ മാത്രം കൊള്ളാം, പിന്നെ അങ്ങോട്ടെല്ലാം തീർന്നു. എന്തൊരു റിലേഷനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതിനകത്തൊരു സ്പിരിച്വൽ ഒണ്ണസ് ഉണ്ട്. അത് വളരും, അത് വർദ്ധിക്കും. വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അവരുടെ അടുപ്പം കൂടി വരും. ആർക്കും ഇളക്കാൻ പറ്റാത്ത ഒരു സ്പിരിച്വൽ വണ്ണസ്, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതമായൊരു കവറിങ്ങിലേക്ക് ഇവർ വന്നു ചേരും. അത് വർധനവാണ്, ഫാമിലി ലൈഫിൻ്റെ വർധനവ്. പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ ഒന്നായിക്കൊണ്ടേയിരിക്കും, സന്തോഷം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കും. വർധനവാണ് ദൈവം ആഗ്രഹിച്ചത്. ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് പറയാമോ? വർദ്ധിപ്പിക്കാത്തൊരു മേഖല ദൈവം. നമ്മൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ, അനുഗ്രഹിക്കപ്പെടുന്നില്ല എങ്കിൽ, സന്തോഷം കയറിക്കൊണ്ടിരിക്കും. സന്തോഷം കയറുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ ദൈവമൊന്നുമല്ല, ദൈവം തരാത്തതുമല്ല, ക്രിസ്ത്യാനി ഈ കഷ്ടത ഉള്ളതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ശരിയായിട്ട് അതിനെ പിക്ക് ചെയ്തെടുക്കുന്നില്ല. അനുസരണമില്ലായ്മയാണ് കാരണം. ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കേണ്ടതിന് 2, വർദ്ധിക്കേണ്ടതിന് 3, ദേശം പോയി കൈവശമാക്കണം. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം, നിങ്ങൾ ഇന്ന് താമസിക്കുന്ന നിങ്ങളുടെ ദേശം, നിങ്ങൾക്ക് ദൈവം അവകാശമായി തരുന്ന ഭൂമി, നിങ്ങളുടെ വീട്, ആ സ്ഥലം ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത് തന്നതാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ പോയിൻ്റ് വ്യക്തമായിട്ട് നമ്മൾ തലയ്ക്കകത്ത് ഉറച്ചു വയ്ക്കണം. അതായത് ചിലപ്പോൾ നമ്മുടെ പൂർവികരിലൂടെ തന്നതാവാം, നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ല അവരുടെ പൂർവികർക്കോ കൊടുത്ത സ്വത്താവാം. ഇത് ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതാണ്. നമുക്ക് ഈ ഭൂമി തന്നെ താമസിക്കണമെന്ന് നിർബന്ധം. ചിലപ്പോൾ ദൈവം നമ്മെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. അത് ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന മറ്റൊരു സ്ഥലമാണ്. ചിലപ്പോൾ ഇത് വിറ്റ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. ദൈവം ഇവിടെ നിന്ന് അവിടത്തേക്ക് അതിനെ നിങ്ങളെ പറിച്ചു നടന്നു. ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ കാണും. നിങ്ങൾക്ക് കൈവശമാക്കുവാൻ തരുന്ന ദേശം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രമാണം കയ്യിൽ വന്നതുകൊണ്ടല്ല, ഞാൻ ആമുഖം അത് സൂചിപ്പിച്ചാണ് പോയത്. പ്രമാണം കയ്യിലേക്ക് തന്ന ഉടനെ നിങ്ങളുടേതായില്ല, ആവില്ല. ഇത് വിശ്വസിക്കണം നിങ്ങളത്. ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ കൈവശമുള്ള ഭൂമി നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ കൈകളിലേക്ക് തന്നു, എഴുതി തന്നു, അല്ലെങ്കിൽ പ്രമാണം എഴുതി തന്നു, നിങ്ങളുടെ കൈവശം വന്നു, എൻ്റേതായി, സുഖം, എനിക്ക് 1 ഏക്കർ ഭൂമി കിട്ടി എന്നും പറഞ്ഞ് നെഞ്ചത്ത് പിടിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾക്കത് കിട്ടില്ല, അത് അനുഗ്രഹമായി വരില്ല. അത് ലോകപ്രകാരമായിട്ട് കയ്യിലിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അവിടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് എഴുതിയിരിക്കുന്നു? പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണമെന്നാണ്. ഒരു പ്രമാണം നിൻ്റെ കയ്യിലേക്ക് തന്നാൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
അവിടെ ഒരു വഴക്കുമില്ല, ബഹളമൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലായി നിങ്ങളുടെ കരങ്ങളിലേക്ക് അത് പാസ് ചെയ്ത് വരികയാണ്. അവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കൈവശമാക്കേണ്ട കാര്യമില്ല. പക്ഷേ വേദപുസ്തകം എഴുതുന്നത് നിങ്ങൾ കൈവശമാക്കണം, ഫൈറ്റ് ചെയ്യണമെന്നാണ്. യുദ്ധം ചെയ്യണമെന്ന്, ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. ഇത് വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ തെറ്റിയാൽ നിങ്ങൾ താമസിക്കുന്ന ഭൂമി നിങ്ങൾക്ക് അനുഗ്രഹമാവില്ല. ഇത് വ്യവസ്ഥയാണ് ദൈവമക്കളെ. നമ്മളോ നമ്മുടെ പൂർവികരോട് ഇത് ചെയ്തിരിക്കണം. പല ഭൂമികൾക്കും പ്രശ്നം. ഈ അടുത്തിടയ്ക്ക് ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എൻ്റെ അടുക്കൽ എത്തിയത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. യങ് ആയിട്ടുള്ള ഒരു കപ്പിൾസാണ്. അപ്പോൾ ആ മകൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളതാണ്, പക്ഷെ ജോലി കിട്ടുന്നില്ല. പല സ്ഥലങ്ങളിലും ജോലിക്ക് ഇങ്ങനെ ബ്രിമ്മിലെത്തും, തട്ടിപ്പോവും, കിട്ടത്തില്ല. അപ്പോൾ ഒരു സംശയം, എങ്ങനെയോ ഒരു ഡൗട്ട്, ഇനി യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ട സമയത്ത് എന്തോ അവൾക്ക് ഒരു ഡൗട്ട് അടിച്ചു, ഇതിലെന്തെങ്കിലും പൈശാചികത കാണുമായിരിക്കും എൻ്റെ പ്രസംഗത്തിനകത്ത് അങ്ങനെ കയറി വന്ന് കേട്ടിട്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു ദിവസം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ ഷെയർ ചെയ്യാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നമൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കർത്താവ് ചില ഡയറക്ഷൻസ് എനിക്ക് തന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഡയറക്ഷൻസ് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഡയറക്ഷൻസ് വഴി ഞാൻ മൂവ് ചെയ്യാണ് ഈ കുട്ടിയുടെ ചരിത്രത്തിലേക്ക്, ഇവളുടെ ഫോർ ഫാദേഴ്സിൻ്റെ ഹിസ്റ്ററിയിലേക്ക്. കർത്താവ് പറഞ്ഞനുസരിച്ചിട്ട് മൂവ് ചെയ്യപ്പോൾ അവൾ പറയാണ് അവളുടെ അമ്മയ്ക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. കുറേ ഇഷ്യൂസും ഉണ്ട് അതിനകത്ത്. പിന്നെ അവരുടെ കുടുംബത്തിന് പലരെയും നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. അവർക്ക് അറിയാവുന്ന പലരും പെറുക്കിയെടുക്കുന്ന സമയത്ത് പല വീടുകളിൽ ഇഷ്യൂസുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നം കിടക്കുന്നു, സാമ്പത്തികം നിലനിൽക്കുന്നില്ല, ജോലി സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, നഷ്ടപ്പെടും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ പലരിലും കിടക്കുന്നു ആ ഫാമിലിക്കകത്ത്. പിന്നെ എന്തുകൊണ്ടാണ്? പിന്നെ അവളുടെ അമ്മയെ കൊണ്ടുവരിക. അമ്മ വന്നു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചുകൂടെ അറിയാം, ഇവളെക്കാളും അവളുടെ അമ്മയ്ക്ക് കുറച്ചുകൂടെ അവരുടെ ഹിസ്റ്ററി അറിയാം. അപ്പോൾ കുറേ കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പല കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ദൂത് തന്നത്, ഈ ഫാമിലിയുടെ പൂർവികർ ജമ്മികളായിരുന്നു. ഒത്തിരി ഏക്കർ കണക്കിന് സ്വത്തുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പോൾ ആ ഭൂമിക്കകത്ത് ജോലി ചെയ്യാനായിട്ട് അനേകം ആൾക്കാർ പണ്ട് വരുമായിരുന്നു. പണ്ടത്തെ കാലത്തെ ജോലി ചെയ്യാനായിട്ട് പാവപ്പെട്ട ആൾക്കാർ വന്നിട്ട് ജോലി ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ ജോലിക്ക് വന്ന ഇവർ ശരിയായിട്ട് കൂലി കൊടുത്തിട്ടില്ല. ചിലർക്ക് അടി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഒരു 4-5 തലമുറകൾക്ക് മുമ്പ് നമ്മുടെ നാട് നമ്മൾ ഓർക്കണം, ജമ്മികളായി താമസിക്കുന്ന ആൾക്കാർ 10, 20, 30, 40 ഏക്കർ ഭൂമികൾ കാണും. അവിടെ കൃഷികളാണ് നടക്കുന്നത്. അപ്പോൾ കൃഷി ജോലി ചെയ്യാൻ വരുന്നത് തോട്ടികളെ പോലെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. അവർ വന്നിട്ട് അവർക്ക് ആ ദിവസം ജസ്റ്റ് ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വരുന്നതാണ്. ശരിക്കും അവർ കൂലി കൊടുക്കണ്ടേ? കൂലി കൊടുക്കത്തില്ല, നേരെ ഭക്ഷണം കൊടുക്കത്തില്ല, നല്ല അടിയെ കൊടുത്ത് പറഞ്ഞു. ഇതുണ്ടായിരുന്നതാണ് ഒരു കാലത്ത്. ഇന്ന് ഈ തലമുറ ദുരന്തം അനുഭവിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ താമസിക്കുന്ന ഈ ഭൂമി ഇവർക്ക് കൈവശം അല്ല. ഈ ഭൂമി കൈവശം ആരുടേതാണ്? പിശാചിന് അവകാശം എടുത്തു. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, ഇവിടെ ഞാൻ വായിച്ചു കേട്ടോ, അങ്ങനെ കിട്ടേണ്ടതിന്, കൈവശമാക്കേണ്ടതിന് ഞാൻ ഇന്നും നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദരിദ്രന് കൂലി കൊടുക്കാത്തത്, ദരിദ്രന് അടി കൊടുക്കുന്നത്, അവനെ വേദനിപ്പിച്ച് അവൻ്റെ കണ്ണുനീര് എന്താവും? ശാപമാവും. ആ ശാപം എവിടെ കിടക്കും? അവരുടെ വീട്ടിൽ കിടക്കും. അവിടെ തലമുറയായിട്ട് കിടക്കും. ശാപം അഴിഞ്ഞു പോവില്ല, സീരിയസ്ലി അഴിഞ്ഞു പോവില്ല. എത്ര കുടുംബങ്ങളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാം. ഇതുപോലെ മനസ്സിലാക്കുക, ഭൂമി അശുദ്ധമാക്കപ്പെട്ടാൽ നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ പൂർവികരായിരിക്കാം. 4 തലമുറവും 5 തലമുറവും 6 തലമുറവും 7 തലമുറ. ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കണം. എന്തുകൊണ്ട് ഭൂമിക്ക് ദൈവം സമൃദ്ധിയെ തന്നിട്ടുള്ളൂ പ്രിയമുള്ളവരെ, സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് സമൃദ്ധി കിട്ടുന്നില്ല? റീസണുകൾ പലതാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. പലരും അവിശ്വസിക്കുന്നു, പലരും അന്ധവിശ്വാസം പറയുന്നു. എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടത്? എൻ്റെ സന്തോഷം അതാണ്. എത്ര കുടുംബങ്ങളാണ് ഇതുപോലെ രക്ഷപ്പെട്ടത്? ദൂത് കൊടുത്ത് രക്ഷപ്പെട്ട എത്ര വീടുകൾ സമൃദ്ധമായി ജീവിക്കുന്നു കർത്താവ് പറഞ്ഞതിനനുസരിച്ചിട്ട്. ഈ വീടിനകത്ത് പിന്നെ നമ്മൾ ആ സ്പിരിറ്റിനെ നമ്മൾ നശിപ്പിച്ചു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അതിനെ ബ്രേക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു. ആ കുടുംബം രക്ഷപ്പെടുകയാണ്. വ്യത്യാസങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഭൂമിയെ ചെന്ന് കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഭൂമി വാങ്ങിച്ച് അവിടെ വീട് വയ്ക്കുന്നു എന്ന് വിചാരിച്ചോ. വീട് വയ്ക്കുന്ന സമയത്ത് ഒരച്ഛനെ നിങ്ങളവിടെ വിളിച്ച് ആ ഭൂമി കുറ്റിയടിക്കുന്ന സമയത്തും കല്ലിടുന്ന സമയത്തും പിന്നെ വീട് കെട്ടുന്ന സമയത്തും ഒക്കെ പ്രാർത്ഥിക്കാറില്ലേ? സത്യം പറയട്ടെ, പല വീട്ടുകാരും ആ സമയത്ത് ശ്രദ്ധിക്കാറില്ല. അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുന്നു, അവരിങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, മേശിരി കമ്പെടുത്തോ കോലെടുത്തോ കല്ലെടുത്തോ ഇങ്ങനെ നിൽക്കണം.
ആർക്ക് വേണ്ടിയിട്ടാണ് പുരോഹിതൻ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത്? ആ പൗരോഹിത്യത്തിൻ്റെ അനോയിൻറ്റിങ് ഉള്ള ഒരു പുരോഹിതൻ ആ മണ്ണിൽ ചവിട്ടുമ്പോൾ സ്വർഗത്തിൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? ആ ഭൂമിയിലുള്ള ഇത്തരത്തിൽ പാരമ്പര്യമായിട്ടോ അന്യാരാധനകളായിട്ടോ മുൻകാലങ്ങളുണ്ടായിട്ടുള്ള സകല ശാപങ്ങളും അഴിച്ചു കളഞ്ഞ് തൻ്റെ മക്കളുടെ കൈവശം കൊടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ദേശത്തൊരു സഭ. അതാണ് ഞാൻ പറഞ്ഞത്, ദേശത്തിന് വെളിച്ചമാണ് സഭ. ഈ സഭ, ഇവിടെ ഇരിക്കുന്ന ഒരു പുരോഹിതൻ നിൻ്റെ വീട്ടിൽ കാല് ചവിട്ടുമ്പോൾ, ആ ഭൂമിയിൽ കാല് ചവിട്ടുമ്പോൾ ദേശം വെളിച്ചമാകും. എന്തുകൊണ്ട്? നീ താമസിക്കുന്ന ഭൂമിയിൽ അശുദ്ധാത്മം മാറും. അതിന് അങ്ങനെ വെളിച്ചമാകുമ്പോൾ നിങ്ങളുടെ കൈവശം കിട്ടുമത്. ഇതാ വ്യവസ്ഥ. പക്ഷേ പ്രധാനപ്പെട്ട റീസൺ, ഈ ഭൂമിക്ക് വേണ്ടി ആ വീട്ടുകാർ മല്ല് പിടിക്കില്ല. അച്ഛന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടത്തൊന്നുമില്ല. ഒരു പുരോഹിതനെ അവിടെ വിളിച്ചു വരുന്ന സമയത്ത് ആദ്യം ആരാണോ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, അയാൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം, ഈ ഭൂമി കർത്താവ് വിശുദ്ധീകരിച്ച് എനിക്ക് തരണം, ആ പുരോഹിതനിലൂടെ ചെയ്യണം. അതിന് ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ഈ വ്യക്തി അതിന് വേണ്ടിയിട്ടുള്ള സമർപ്പണവും പ്രാർത്ഥനയും അനുസരണവും വിശുദ്ധിയും ഈ വീട്ടുകാരനുണ്ടാവണം. വീട്ടുകാരന് എന്നിട്ട് അനോയിൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ കാൽ വെപ്പിക്കണം, അഭിഷിക്തനെ കൊണ്ടുവരണം. അതാണ് ദൈവം ഭൂമിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ വെച്ചേക്കുന്നത്. ഒരു പുരോഹിത അഭിഷേകം ഉള്ളവൻ്റെ മണ്ടയ്ക്ക് കയറി ഒന്നും കിട്ടാൻ പോലില്ല, ഉള്ള അനുഗ്രഹം കൂടെ പോകത്തേ ഉള്ളൂ. പൗരോഹിത്യ അഭിഷേകമുള്ള ഒരാളുടെ കാൽ കൊണ്ടുവയ്ക്കുക നിങ്ങളുടെ വീട്ടിനകത്ത്, അനുഗ്രഹിക്കപ്പെടും. അവരിലൂടെ വരത്തുള്ളൂ ദേശത്ത് അനുഗ്രഹം, അവരിലൂടെ വരത്തുള്ളൂ. അതാണ് വ്യവസ്ഥ. ഇത് ഞങ്ങളെപ്പോലെ പുരോഹിതന്മാർ നശിപ്പിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തോന്നും പോലെ ജീവിക്കുന്ന പുരോഹിതന്മാർക്ക് എങ്ങനെ അഭിഷേകം നിൽക്കും? ഈ വ്യവസ്ഥയ്ക്കകത്തുകൂടെ നിങ്ങളുടെ വീട് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് സഭ വെളിച്ചമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്ന സമയത്ത് വീട് പാല് കാച്ചി നടക്കുന്നു. അച്ഛൻ പാല് കാച്ചി നടന്ന വീട്ടിൽ കിടന്ന് വെളിയിൽ പിന്നെ കേസ് കണക്കിന് മദ്യം കൊണ്ടുവന്ന് വെച്ചേക്കാണ്. എത്ര വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയാമോ? മദ്യം പുറത്ത് വെച്ചേക്കാണ്, ഇവിടെ പാല് കാച്ച്. വീട്ടുകാരൻ ചെയ്ത പരിപാടി, ആ വീട് എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ആ പ്രാർത്ഥന എങ്ങനെ സക്സസ് ആവും? അയാൾക്കില്ലാത്ത ആഗ്രഹം എന്താ നമുക്ക്? അത് വരത്തില്ലെന്നേ. ആ വീട്ടുകാരൻ ആഗ്രഹിക്കുന്ന ഈ ഭൂമി കർത്താവേ നിനക്ക് അവകാശമാക്കണമേ, ഇതിനകത്തുള്ള അന്യാരാധന മുൻകാല ശാപങ്ങൾ മാറ്റിത്തരണേ കർത്താവ്. നിങ്ങളുടെ കൈവശം വന്നിട്ട് ചിലപ്പോൾ 50 വർഷം പാരമ്പര്യം കാണും, നിങ്ങളുടെ പൂർവികരിൽ വന്നിട്ട് ചിലപ്പോൾ 60 വർഷം കാണും. 100 വർഷം മുമ്പ് അവിടെ എന്തായിരുന്നു? 1000 വർഷം മുമ്പ് അവിടെ എന്തായിരുന്നു? എത്ര ബലാത്സംഗം നടന്നിട്ടുണ്ട്, അവിടെ കൊലപാതകം നടന്നിട്ടുണ്ടോ, അന്യാരാധന നടന്നിട്ടുണ്ടോ? ആ ഭൂമി ശപിക്കപ്പെട്ടതാണ്. അതിനെ കേഴ്സ് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം അവിടെ കിടക്കും, അത് മാറത്തില്ല. അവിടെ താമസിക്കുന്നവർക്ക് ദുരന്തമാണ്, അവർ വർദ്ധിക്കത്തില്ല, അനുഗ്രഹിക്കപ്പെടില്ല. എത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണം, എത്ര ഉദാഹരണങ്ങൾ വേണം. എന്തുമാത്രം എന്നറിയാം നമ്മൾ ഇതിനെതിരെ പ്രാർത്ഥിച്ചിട്ടുള്ളത്. നമ്മുടെ പേഴ്സണൽ ഭൂമികൾക്ക് വേണ്ടി കർത്താവ് തന്നുള്ള ദൂതുകളനുസരിച്ച് ഞങ്ങളുടെ പാരമ്പര്യ ഭൂമികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഉപവാസമാണ് പലതും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത്രയും വലുതാണ് കടന്നത് പലതും. കൈവശമാക്കണം. ഇതാര് എങ്ങനെ നമ്മൾ ഇവിടെ കിടന്ന് അങ്ങോട്ട് അടിച്ചു പിടിച്ച് നടക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കണം. അങ്ങനെ നടന്നാൽ ഇത് കിട്ടില്ല. കർത്താവിലേക്ക് വരണം. കൽപ്പനകൾ, സകല കൽപ്പനകളും അനുസരിച്ചാൽ എന്നെഴുതിയിരിക്കുന്നു. അപ്പോഴാണ് നീ എന്തനുസരിക്കുന്നു ചോദ്യം. അനുസരിച്ചാലേ കൈവശമാകൂ. കയ്യൻ ഹാബേലിനെ കൊന്നു. ദൈവം എന്താ പറഞ്ഞേ? ഈ ഭൂമി വിട്ട് ഓടിക്കോ, ശാപഗ്രസ്തനായിരിക്കുന്നു നീ, നിന്റെ അനുജൻ്റെ രക്തം നീ ചൊരിഞ്ഞത് കൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ ഇനി അവകാശമില്ല, നീ ശാപഗ്രസ്തനായി ഭൂമി വിട്ട് പോക്കോ. ഓടിച്ചു കളഞ്ഞു. കിടക്കാൻ പറ്റില്ല. നിങ്ങൾ താമസിക്കുന്ന വീട്ടിനകത്ത് നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു. സിമ്പിൾ ഉദാഹരണം, ഈ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യം. മൊബൈൽ ഫോൺ എടുത്തു വെച്ചിട്ട് അശ്ലീല വീഡിയോ കാണുന്നു, ആ ഭൂമി ശപിക്കപ്പെടും. എത്രയോ യുവാക്കൾ ഇത് ചെയ്യുന്നു, എത്രയോ മാതാപിതാക്കൾ ഇത് ചെയ്യുന്നു. വീടുകൾക്കകത്ത്, രഹസ്യ മുറികൾക്കകത്ത് കാണുന്ന അശ്ലീല വീഡിയോസ് നിന്റെ ഭൂമി നശിപ്പിക്കുന്നു, ശാപഗ്രസ്തമാകും. അടുത്ത തലമുറയ്ക്ക് അതിനകത്ത് സ്വസ്ഥത കിട്ടില്ല. ആ പോൺ വീഡിയോസ്, അശുദ്ധാത്മാക്കൾ ഇങ്ങനെ വ്യാപരിക്കും. എളുപ്പമല്ല ഇത്. ഈ കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സിനിടെ നമ്മുടെ ശുശ്രൂഷയ്ക്കകത്തുള്ള കാര്യമാണ് ഞാൻ ഈ വിളിച്ച് പറയുന്നത്. എന്തുമാത്രം പിള്ളേരെന്നറിയ ഈ ദുരന്തത്തിനകത്ത് കിടക്കുന്നത്, രക്ഷപ്പെടാൻ പറ്റാതെ നിലവിളിക്കുന്നത്. വീടുകൾ ശാപഗ്രസ്തമായി, വീട്ടിനകത്ത് ദൈവസാന്നിധ്യമില്ല, അശുദ്ധി, വഴക്ക് കൂടുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, ഭൂമി അശുദ്ധമാവും. അതെങ്ങനെ ഭൂമി അശുദ്ധമാവും നിങ്ങൾ ചോദിക്കും. പഴയ നിയമത്തിൽ കൊലപാതകം ചെയ്താൽ ഭൂമി അശുദ്ധമാവും, കയ്യൻ വെച്ച് നമ്മൾ പറയുന്നു. പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് പറയുന്നു, എന്താണ് കൊലപാതകം? കർത്താവ് ഡിഫൈൻ ചെയ്തപ്പോൾ കർത്താവ് പറഞ്ഞു, മൂഢ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. നീ അഗ്നി നരകത്തിന് യോഗ്യരാകും. അതായത് കൊല്ലണമെന്നില്ല, ഹൃദയത്തെ ഒന്ന് കുത്തി നോവിച്ചാൽ മതി, കൊലപാതകമാകും. ഉടൻ ആ ഭൂമി ഉൾപ്പെടെ അശുദ്ധമാവും.
അതുകൊണ്ടാണ് ഒരു പക്ഷേ ഭിന്നതയോ പിണക്കമോ വന്നു പോയാൽ സൂര്യമസ്തമിക്ക് മുമ്പേ പറഞ്ഞു തീർക്കണേ എന്ന് കർത്താവ് നിലവിളിക്കുന്നതിൻ്റെ റീസൺ അതാണ്. കാരണം ആ രാത്രി നീ ഉറങ്ങുന്ന സമയത്ത്, നീ വഴക്ക് കൂടിയ സമയത്ത്, ആ വഴക്കിൻ്റെ ദുരാത്മാക്കളെ വീട്ടിനകത്ത് കടന്നു കയറിയിട്ട് അവിടെ അവകാശമെടുക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത അശുദ്ധാത്മാക്കൾ ആ ഭൂമി അവകാശം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെയിട്ട് മാറ്റാൻ പോകും? ആര് വരും അവരെ ശുദ്ധീകരിക്കാൻ? ആലോചിച്ചു, എന്തുമാത്രം ദുരാത്മാക്കളാണ് നമ്മുടെ ഭൂമികളിൽ വസിക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ടാണ് രോഗം, അതുകൊണ്ടാണ് കടഭാരങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വസ്ഥതയില്ലായ്മ, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, ഫ്രിക്ഷൻസ്, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ മാറാതെ നിൽക്കുന്നു. റീസൺ, ഓരോ ദിവസവും ചെയ്തു വയ്ക്കുന്ന തെറ്റുകൾ. കൽപ്പനകൾ സകലതും അനുസരിച്ചാൽ തരാം. മനസ്സിലാക്കും എത്രമാത്രം കൽപ്പന നമ്മൾ തെറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ നാക്ക് സംസാരങ്ങൾ, വഴക്കുകൾ. ഭാര്യയും ഭർത്താവിന് എന്തോ ആവാന്ന് വ്യവസ്ഥ ഇല്ല. ഭർത്താവ് ഭാര്യയുടെ ഹൃദയത്തെ കുത്തി വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൊലപാതകം എന്ന ഗണത്തിൽ വരും. അല്ലെങ്കിൽ അവൾ മുട്ടുകുത്തി ദൈവത്തോട് പറയണം, കർത്താവ് എൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കണേ, പാവമാണ്, അറിഞ്ഞുകൂടാത്തോണ്ട് ക്ഷമിക്കണേ എന്ന് പറയും. അവൻ അതുപോലെ മാപ്പ് ദൈവത്തോട് പറയും, കർത്താവ് ഞാൻ എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പാക്കത്തടത്തോളം കാലം ആ തെറ്റിൻ്റെ ദുരാത്മാവ് ആ വീട്ടിലുണ്ട്. ആ തലമുറ മേൽ അത് കണക്ട് ചെയ്യും. എത്ര പേര് ചെയ്യുന്നു? എത്ര പേരാണ് മാപ്പ് പറഞ്ഞ് തീർക്കുന്നത്? നിങ്ങൾ താമസിക്കുന്ന ഭൂമി നിങ്ങളുടെ കൈവശമാക്കുന്നതിന് പകരം നിങ്ങൾ അശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് എടുത്ത് കൊടുക്കുന്നു. പിടിച്ചോ. ക്രിസ്ത്യാനി എന്തേ അനുഗ്രഹിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല? ഭയങ്കര പ്രാർത്ഥനയാണ്, 1 മണിക്കൂർ 2 മണിക്കൂർ ഉപവാസം, പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന. കൽപ്പന അനുസരിക്കാത്ത പ്രാർത്ഥനകൾ വ്യർത്ഥമാണ്, ശൂന്യമാണ്, അർത്ഥശൂന്യമാണ്. നാക്ക് സൂക്ഷിക്കുക. മറ്റൊരാളെ പറ്റി വീട്ടിനകത്ത് നിന്ന് കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചോളണം, വളരെ സീരിയസ് ആയിട്ട് ശപിക്കപ്പെടുന്നൊരു കാര്യമാണ്. അതായത് നിങ്ങളെ വീട്ടിൽ സന്നിഹിതനല്ലാത്തൊരാളെ പറ്റി, നിങ്ങളെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ സന്നിഹിതനല്ലാത്ത ഒരാളാണ്, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടി ഇരിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛൻ്റെ പ്രസംഗത്തെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്യും. നല്ല കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. മോശമായിട്ട് എന്നെ വേണമെങ്കിൽ പറയാം, പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ സത്യം പറയാൻ വേണ്ടി ഉദാഹരണം എടുക്കുകയാണ് കേട്ടോ, പേടിച്ചിട്ടൊന്നുമല്ല. പറയുമ്പോൾ അതിനകത്ത് എനിക്കെതിരെ അല്ലെങ്കിൽ ഒരു പുരോഹിതനെതിരെ അല്ലെങ്കിൽ വേറൊരാൾക്കെതിരെ നിങ്ങൾ മോശമായി അവിടെ സംസാരിക്കുന്ന ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾക്കകത്തും ശാപം വന്ന് ചേർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച് കൂട്ടിയത് വീട്ടിനകത്ത്. കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ്, എടാ നിൻ്റെ മുമ്പിൽ സന്നിഹിതനല്ലാത്ത ഒരാളെപ്പറ്റി നീ അനാവശ്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കരുത്. ഈ കാലഘട്ടത്തിൽ വലിയ പ്രശ്നം എന്നറിയാമോ? നമ്മുടെ സഭകളിലൊരു പ്രശ്നമുണ്ട്. കാരണം സഭ ഭിന്നതയിലാണ്, സഭയ്ക്കകത്ത് ഐക്യതയില്ല. പലവിധമായ ഗ്രൂപ്പിസങ്ങളും പ്രശ്നങ്ങളും കേസുകളുമായിട്ട് നമ്മളെ സഭ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നല്ല ചർച്ചാ വിഷയമാണ് വീടുകളിൽ, സഭകളിലൊക്കെ. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരൊറ്റ കാര്യം പോലും നീ ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ആര് ശരി, ആര് പരാജയം, ആര് ശരിയെന്ന്, ആരാണ് തെറ്റെന്ന് വിധിക്കാൻ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ നീ അനുസരിക്കുമോ? ഫിനാൻഷ്യൽ ആണെങ്കിൽ അത് അനുസരിക്കുമോ? നീ തെറ്റ് ചെയ്യരുത്. പൈസ തെറ്റായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പാടില്ല. തെറ്റായ രീതിയിൽ ഒന്ന് സമ്പാദിക്കാൻ പാടില്ല. ചില ആൾക്കാരുണ്ടല്ലോ, കള്ളത്തരത്തിൽ ചില പൈസയൊക്കെ സമ്പാദിക്കും, കള്ളത്തരത്തിൽ ചില നന്മകൾക്ക് പിടിച്ചെടുക്കും. വളഞ്ഞ വഴി കൂടെ നശിച്ചു പോവും. സീരിയസ്ലി ഞാൻ പറയും, 1 രൂപ പോലും അങ്ങനെ സമ്പാദിക്കല്ലേ. തെറ്റായ വഴികളിലൂടെ ഒന്നും എടുക്കരുത്, നേടരുത്. 1000 രൂപയാണ് നിൻ്റെ കൂലിയെങ്കിൽ 1100 എന്നൊരു സാധനം നീ വാങ്ങരുത്. ആ 100 നിന്നെ നശിപ്പിച്ച് കളയും. കുടുംബങ്ങളും തോണ്ടിപ്പോ, ശാപമാവത്, തെറ്റാ. അനേകം രക്ഷപ്പെടാത്തതിൻ്റെ റീസൺ ചെറിയ പരിപാടിയൊക്കെ നടന്ന് ജയിക്കാമെന്നാണ് വിചാരം. നിങ്ങൾ വിട്ടുകൊടുത്താലും പിടിച്ചെടുക്കരുത്. വിട്ടുകൊടുത്തോ, എത്ര വേണം കൊടുത്തോ. കൊടുക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കർത്താവ് ഇഷ്ടം പോലെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിടിച്ചെടുക്കരുത്, വിട്ടുകൊടുത്തോ, പക്ഷേ അനുഗ്രഹിക്കും ദൈവം. പ്രിയമുള്ളവരെ, വ്യവസ്ഥ തെറ്റിയൊരു ജീവിതം, ബിബ്ലിക്കലി റോങ് ആയ ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിൽ നന്മ തരില്ല. പക്ഷേ നീ അനുസരിച്ച് നോക്ക്, സമൃദ്ധമായി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ കുഴപ്പമെന്ന് അറിയാമോ? എന്തനുസരിക്കണമെന്ന് അറിയില്ല. വ്യക്തമായ പഠനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഈ കൺവെൻഷനുകളിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ 3 രാത്രികൾ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങളും നിങ്ങൾ ഉള്ളിലെടുക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കാം, നിങ്ങൾ ഉള്ളിലെടുക്കണം. കർത്താവ് എവിടെയെങ്കിലും തെറ്റിയോ, എവിടേക്കാണ് എൻ്റെ കുടുംബത്തിലെ തെറ്റുകളെന്ന് എല്ലാവരും പേഴ്സണലി വേണം നോക്കാൻ. ഭർത്താവിനെയും ഭാര്യ നോക്കല്ല, അവരെന്തോ ആയിക്കോട്ടെ, കർത്താവത്തോടെ തന്നെ എൻ്റെ സംസാരം, എൻ്റെ ചിന്ത, എൻ്റെ പെരുമാറ്റം, എൻ്റെ നോട്ടം, എൻ്റെ പ്രവൃത്തികൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വചനം എന്തു പറയുന്നു അതിലേക്ക് ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാരണം കർത്താവ് വെളിപ്പെടുത്തി തരും. അത് ക്ലീനാക്കും.
അതിന് നിങ്ങൾക്ക് ആവശ്യം വചനമാണ്. വചനം പഠിച്ചേ പറ്റൂ, എങ്കിലും മനസ്സിലാവും എവിടെയാ തെറ്റ് ശരിയൊക്കെ. അതിന് എത്രമാത്രം വചനം പഠിക്കാൻ പറ്റും. ഇന്ന് എളുപ്പമാണെന്നറിയാമോ, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പ്രസംഗങ്ങൾ അവൈലബിളാണ്. സഭയിൽ നിങ്ങൾക്ക് ആരാധന എത്ര കിട്ടും, ഒന്നും മുടക്കരുത്, പോയിരിക്കുക, വചനം കേൾക്കാൻ ആരാധനയിലെത്തണം നിർബന്ധമായിട്ട്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആരാധന എത്തിക്കത്തില്ല. ഇപ്പോൾ ഈ കൺവെൻഷൻ നടക്കുന്നു, ആരാധന എത്തിക്കത്തില്ല, ചിലരെ തട്ടിക്കളയും. എന്തിനാ? അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. സാത്താൻ്റെ തന്ത്രമാണ്. എനിക്ക് എത്ര ഉദാഹരണം പറയാൻ പറ്റുമെന്നറിയാം, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയ ചില ജീവിതങ്ങളെ. എന്നാൽ രക്ഷപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. ഒരിക്കലും ഫാമിലി വലിയ പ്രശ്നമാണ്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ അവർ ഡിവോഴ്സിന് വേണ്ടി നിൽക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് വക്കീലാണല്ലോ, ഞങ്ങൾക്ക് ഡിവോഴ്സിനുള്ള ക്രമീകരണം ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആ പരിപാടിക്ക് ഇട്ടതാണ്, എനിക്കതൊന്നും പറ്റത്തില്ല, ഞാനിപ്പോൾ യോജിപ്പിക്കുന്ന ആൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊരു സഹായം ചെയ്യണം വെച്ചാൽ, ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പിരിഞ്ഞേ പറ്റൂ, 10 വർഷം എന്തായി. അപ്പോൾ ഞാനിങ്ങനെ ഭർത്താവ് എന്ത് ചെയ്യും, ഇവരെ പിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ആവശ്യം വന്നു, 1 മാസത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1 മാസത്തേക്ക് വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് നിങ്ങളെ പിരിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ പേടിയുണ്ട്, 1 മാസം എന്ത് സംഭവിക്കും. കർത്താവ് തന്നൊരു ബോധ്യത്തിൽ 1 മാസം എന്ന് പറയുകയും ചെയ്തു. ശരി അച്ഛാ, 1 മാസം അച്ഛൻ പറയുമ്പോൾ. അപ്പോൾ ഞാൻ 2 ഭാര്യയും ഭർത്താവിനെ പിടിച്ചു നിർത്തി. ഞാൻ പറഞ്ഞു, 1 മാസം നിങ്ങൾക്ക് സമയം തരും, ഞാൻ പറയുമ്പോൾ കേൾക്കണം, അത് കഴിയുമ്പം ഡിവോഴ്സിന് ക്രമീകരണം ഞാൻ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ 1 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 മാസം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലുള്ളതാണ്, ഇപ്പോൾ അല്ല, നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ നടത്തുന്ന എൻ്റെ സഭയിൽ നടക്കുന്ന, നമ്മുടെ സഭയിൽ നടക്കുന്ന എല്ലാ ആരാധനകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് കഴിയുന്നതോടുകൂടി നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും. അല്ലേ, ആദ്യം നമ്മൾ പറയുമ്പോൾ കേൾക്കണം, പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും. ഇത്രയേ ഉള്ളൂ. വരാച്ച, സമ്മതിച്ചു. ഭാര്യയും ഭർത്താവും സമ്മതിച്ചു. ആരാധന എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഒരു ബൈബിൾ സ്റ്റഡിയുണ്ട്, ബുധനാഴ്ച ഒരു സ്പെഷ്യൽ ആരാധനയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച കൃത്യമായിട്ട് ആരാധനയുണ്ട്, ഞായറാഴ്ച വന്നൊരു വാർഡ് കൺവെൻഷനുണ്ട്, സെക്കൻഡ് സാറ്റർഡേ ഉപവാസ പ്രാർത്ഥനയാണ്. നിർബന്ധമായിട്ട് ഇത്ര ആരാധന അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ ഒരാഴ്ച എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത്രയും ആരാധന. ഇതാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന നേരത്തെ നിന്ന് പള്ളിയിലൊക്കെ ചെയ്ത ആരാധനകൾ ഇങ്ങനെയാണ്. മാക്സിമം ആരാധന ഉണ്ടാക്കുക, വചനം പഠിപ്പിക്കുക. ഇതാണ് കർത്താവ് എനിക്ക് തന്ന ബോധ്യം. മാക്സിമം വചനം, സഭയിൽ എത്ര ദിവസം വചനം കിട്ടും ഓടിക്കൊള്ളണേ നിങ്ങൾ. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയാണ്, വരാൻ പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. അവരങ്ങനെ 1 മാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ ആരാധനയും വരും, വന്നിങ്ങനെ ഇരിക്കും. ഭർത്താവ് അപ്പുറത്ത്, ഭാര്യ പ്രതി മിണ്ടത്തൊന്നുമില്ല, തിരിച്ചു പോകും. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നൊരു ദിവസം ഏകദേശം ഒരു 3-ാമത്തെ ആഴ്ചയ്ക്കായി, ഒരു മാറ്റമൊന്നുമില്ല. 3-ാമത്തെ ആഴ്ചയായ സമയത്ത് ഒരു തിങ്കളാഴ്ച ബൈബിൾ സ്റ്റഡിയാണ്. ഒത്തിരി ആൾക്കാരൊന്നും അതിനകത്ത് വരാറില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അന്ന് ഇവർ വരാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് ഈ പെൺകുട്ടിയും ഭർത്താവും മുമ്പിൽ നിന്ന് പറഞ്ഞ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നീട് അവർ പറയുന്ന സാക്ഷ്യമാണ്. അവർ പറയാണ്, വീട്ടിൽ നിന്ന് വരാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നു. ഭർത്താവ് ഇറങ്ങിപ്പോയി, അവൻ വന്നു, പള്ളിയിലോട്ട് വന്നു. അപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരാനായിട്ട് നടന്ന് വന്നാൽ മതി. അപ്പോൾ വെളിയിലിറങ്ങി ഗേറ്റിൻ്റെ അവിടെ എത്തിയ സമയത്ത് അവളുടെ മനസ്സിലൊരു ചിന്ത വരെയാണ്, അവിടെ പോയി ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല, കുറേ ദിവസം കൊണ്ട് പോകണം, ഒരു ഗുണമില്ല, തിരിച്ചു കയറി. വീട്ടിനകത്ത് എത്തിയ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് പോയില്ലെങ്കിൽ അങ്ങേര് ഇവിടെ വന്ന് ശല്യം എന്നെ പറയണം, അങ്ങേര് ഇവിടെ വന്ന് വല്ലതൊക്കെ വിളിച്ച് പറയും, അങ്ങനെ വാരീനെ കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങും. ഗേറ്റിൻ്റെ അവിടെ എത്തിയ സമയത്ത് വീണ്ടും ഒരു ചിന്ത, ശല്യം, അവിടെ പോയി 1 മണിക്കൂർ നിർത്തി തിരിച്ചു കയറും. വീണ്ടും അത് അയാൾ നാളെ ആകുമ്പോൾ അയാൾ ഇവിടെ വരും, ഞാൻ കണ്ട് വഴക്ക് പറയും, സത്യമായിട്ട് വഴക്ക് പറയും. അപ്പം വീണ്ടും എന്നെ പറ്റി ഇങ്ങനെ പ്രാവിയിട്ട് വീണ്ടും ഇറങ്ങും. അപ്പോൾ ഇവിടെ പറയാണ്, 3 വട്ടം അച്ഛനെ ഞാൻ പ്രാവി, 3 വട്ടം അയാൾ ശല്യമാണെന്ന് പറഞ്ഞിട്ട് വെളിയിലിറങ്ങും. 3-ാമത്തെ പ്രാവശ്യം എന്തായാലും പോയി തൊലയ്ക്കാം എന്ന് പറഞ്ഞ് ഇവൾ പള്ളിയിൽ വരികയാണ്, ആരാധനയ്ക്കെത്താണ്. വന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, ഏറ്റവും പുറകിൽ വന്നിരിക്കുകയാണ്, ഇങ്ങനെ ചുമ്മാ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വചനമെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങുന്നതും ഇവൾ തലകറങ്ങി അങ്ങ് വീണ്, അവിടെ അങ്ങ് വീണു. അപ്പോൾ ഞാനവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഫ്രീ ആയി ആ ഫാമിലി അവിടെ വെച്ച്. ഇതൊരു അശുദ്ധാത്മാവായിരുന്നു, ഭിന്നതയുടെ ദുരാത്മാവായിരുന്നു. അപ്പോൾ തീർന്നു. അതിൻ്റെ അടുത്ത ബുധനാഴ്ച ഭാര്യയും ഭർത്താവും മകനുമായിട്ട് നിന്നിട്ട് പറയാണ്, ഇത്രയും സുഖം, ഇത്രയും സന്തോഷമുള്ളൊരു കുടുംബജീവിതമാണ് സ്വർഗം എനിക്ക് തന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു അശുദ്ധാത്മാവാണ് ഞങ്ങളെ ബാധിച്ചിരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമാണെന്ന് വിചാരിച്ചു, വഴക്കാണെന്ന് വിചാരിച്ചു. സ്വസ്ഥത, സമാധാനത്തിലേക്ക് വന്നു. ആരാധനയിൽ എത്തിക്കാത്ത ആത്മാവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇറങ്ങുന്ന സമയത്ത് പറയും തിരിച്ചു കയറും. എൻ്റെ ശല്യം കാരണമാണോ വന്നത്? നമ്മൾ കൊടുക്കുന്ന എഫേർട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷം. ഒന്നുകൂടി ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അതൊരു ഗുണമായല്ലോ. ചിലയിടത്തൊക്കെ നമ്മൾ ഒത്തിരി വഴക്ക് പറയുന്നത്, ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി നമ്മൾ വഴക്ക് പറയും, സ്നേഹമുള്ളവരടുത്ത് മാത്രം, തിരിച്ചടിക്കുന്നുള്ളവരുടെ അടുത്തൊന്നും പറയില്ല, സ്നേഹമുള്ളവരടുത്ത് മാത്രം. ചിലർ കേൾക്കും, നമ്മൾ പറയണേക്കെ സന്തോഷത്തോടെ കേൾക്കും. അപ്പോൾ അത് ഗുണമായി. ഇന്ന് സന്തോഷമായിട്ട് വർഷങ്ങളൊക്കെ കടന്നു പോയി, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, ഭയങ്കര സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഒരു വചനം ഈ ആലയത്തിൽ മുഴങ്ങുന്നുവെങ്കിൽ അത് കളഞ്ഞിട്ട് പോരുത്. അതിനകത്ത് നിങ്ങൾക്കുള്ള മർമ്മമുണ്ട്.
നിങ്ങൾക്കുള്ള അനുസരിക്കേണ്ട മർമ്മമുണ്ട്, അതെടുക്കണം. അയ്യോ, ഇത് ഞാൻ അനുസരിക്കേണ്ടതാണല്ലോ, ഇത് ഞാൻ ഉടനെ അതങ്ങ് എടുക്കണം. അല്ലാതെ ചുമ്മാ ഇരുന്ന് കേട്ടോണ്ട് എന്തോ കേട്ട് ദാ പോകണം, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ ആരെ കാണാനാണ് ആലയത്തിൽ വരുന്നത്? വചനം അതെടുത്ത് ഇതനുസരിക്കുക. അങ്ങനെ ഓരോ അനുസരണം നിങ്ങൾ നടത്തുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സമൃദ്ധിയിലേക്ക് വരാൻ തുടങ്ങും. സമൃദ്ധി കിട്ടാത്തതിൻ്റെ റീസൺ അനുസരണക്കേടാണ്. ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.